കേരള വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാർ തകർക്കുന്നുവെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരരംഗത്തിറങ്ങിയത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും റിസർവ് ബാങ്ക് റീജിയണൽ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. 10 മണിക്ക് തുടങ്ങിയ സത്യാഗ്രഹം വൈകിട്ട് 5-ന് അവസാനിക്കും. സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങളിലുള്ളത് സാധാരണക്കാരന്റെ പണമാണ്. കേരളത്തിലെ BJP നേതാക്കളുടെ പ്രസ്താവനകളാണ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തീരുമാനത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ എന്നത് കള്ളപ്പണത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന പ്രചരണം അഴിച്ചുവിട്ടു. അപ്പോ കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സമരത്തിന് പിന്തുണയുമായി ഘടകകക്ഷികളും വിദ്യാർത്ഥി, യുവജന, ട്രേഡ് യൂണിയൻ സംഘടനകളും പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുടെ സമരത്തിന് പിന്നാലെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരം ശക്തിപ്പെടുത്താനാണ് ആലോചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.